സ്നേഹനിധികളായ ആത്മാന്വേഷകരെ, സൂഫി സാധകരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിശുദ്ധ ഖുർആനിലെ ആദ്യ അധ്യായമായ അൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ സൂക്തം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത്. ഇത് സ്തുതിയുടെ, ഹൃദയസ്തുതിയുടെ നിർമ്മലമായ, ഉത്കൃഷ്ടമായ, വിശിഷ്ടമായ ഒരു മഹാപ്രസ്താവനയാണ്. നിത്യമായി, നിരന്തരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സ്തുതിയുടെ കീർത്തനമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത്. ഇതിനർത്ഥം സർവസ്തുതിയും പ്രപഞ്ചനാഥനായ അള്ളാഹുവിനാണ് എന്നാണ് സാമാന്യമായ പാരമ്പര്യമായ പരിഭാഷകളിലും അല്ലാതെയും പ്രഭാഷണങ്ങളിലും മറ്റ് മൊഴികളിലുമെല്ലാം നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചന പ്രമാണമാണിത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പ്രപഞ്ചങ്ങളുടെ നാഥനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദ്, ഹംദാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ അത് സ്തുതിയാണ്. മുഹമ്മദ് എന്നത് സ്തുതിക്കപ്പെട്ടവൻ എന്നതാണ്. എന്താണ് ഈ ഹംദ് എന്ന സ്തുതിയായിരിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഒരു സൂഫി തലത്തെ, സൂഫി ഭാഷ്യത്തെയാണ് നാം ഇന്ന് അന്വേഷിക്കുന്നത്. ഹംദ് എന്ന വാക്കിൽ 3 അക്ഷരങ്ങളാണുള്ളത് അറബിയിൽ. ഹ എന്നത് മുഹമ്മദിൻ്റെ ഹ, അത് തന്നെയാണ് ഹംദ്. അവിടെ നിന്നാണ് മുഹമ്മദ് ഉണ്ടായത്. ആ ഹ എന്ന അക്ഷരം, അതിൻ്റെ അർത്ഥം, അതിൻ്റെ പൊരുൾ ചെന്ന് ചേരുന്നത് ഹയാത്ത്. ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിക്കുക, ജീവിതമാണ്. ആ ജീവാവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഹയാത്ത് എന്നത്. മീം എന്നത് എപ്പോഴും അതിൻ്റെ പൊരുളിലേക്ക് നമ്മളെത്തുമ്പോൾ ആ മുഹമ്മദ് എന്ന ആ നിന്നിലെ പ്രണയദൂതനെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. ആ റസൂലിനെയാണ്, നിന്നിലെ റസൂലിനെയാണ് സൂഫി തലത്തിൽ. ആ ദേഹമണിഞ്ഞെത്തിയ ദൂതനിൽ നിന്ന് ആ പ്രകാശം ഉൾക്കൊണ്ട, ആ പ്രകാശം വഹിക്കുന്ന നിൻ്റെ അകമേയുള്ള നിന്നിലെ ആ പ്രണയദൂതൻ. ആ പ്രണയദൂതനാണ് ഹയാത്താവേണ്ടത്, ജീവസുറ്റതാവേണ്ടത്, ജീവനുള്ളതാകേണ്ടത്. അതാണ് അടുത്ത വാക്ക് ദാലാണ്. ദ എന്ന വാക്ക്, അതിൽ നിന്നാണ് ദീൻ എന്ന വാക്കിൻ്റെ തുടക്കമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദീൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ ധർമ്മമായി, കർമ്മമായി നിന്നിൽ സദാ നിറയേണ്ടതെന്തോ, നിൻ്റെ ജീവാവസ്ഥകളിൽ നീ ജീവിക്കുന്ന, നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അടക്കത്തിലും അനക്കത്തിലും ഓരോ കാൽവെപ്പിലും നിന്നിൽ നിറയേണ്ടതെന്തോ, അതിനെയാണ് ദീൻ എന്ന് പറയുന്നത്. നീ ജീവിക്കുമ്പോൾ നിന്നിലെ പ്രണയദൂതൻ നിന്നിൽ, നിൻ്റെ ഓരോ അടക്കത്തിലും അനക്കത്തിലും ഓരോ സ്മൃതിയിലും സ്മരണയിലും ഓരോ ശ്വാസത്തിലും നിശ്വാസത്തിലും ആ ആത്മനാഥനോടുള്ള ആ പ്രണയദൂത്, നിന്നിലെ പ്രണയദൂത്, നിന്നിലത് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രണയദൂതൻ ഉണർന്ന് ജീവസുറ്റതായി വന്ന് നിൻ്റെ ഓരോ കർമ്മത്തിലും നിന്നിലത് ദീനായി അവതരിക്കേണ്ടതുണ്ട്. ആ അവതരിക്കുന്ന, നിന്നിൽ നിറയുന്ന ആ നിറവിൻ്റെ നിമിഷങ്ങളെയാണ് സ്തുതി എന്ന് പറയുന്നത്. വാക്കുകൊണ്ട് പറയുന്നില്ല, ഹൃദയം കൊണ്ട് അനുഭവിച്ച് ആയിത്തീർന്ന് നിൻ്റെ ഓരോ നിമിഷത്തിലും സ്തുതിയായി തീരേണ്ടതാണ്. അതാണ് ഹംദ് എന്ന് പറയുന്നത്.
അവിടെയാണ് ഹംദിൻ്റെ പൂർണ്ണത. അത് പറയുന്ന വാക്കിലോ ചിന്തിക്കുന്ന സ്മരണയിലോ അല്ല, നിൻ്റെ ഓരോ ശ്വാസനിശ്വാസത്തിലുമാണ് ഹംദ്. നിൻ്റെ ഓരോ കാൽവെപ്പിലുമാണ് ഹംദ്. നിൻ്റെ ഓരോ മിഴിയനക്കത്തിലുമാണ് ഹംദ്. അതായി ആ പ്രണയദൂതനായി, ആ ദിവ്യാനുരാഗിയായി നീ സദാ നിലകൊള്ളുകയാണ്. അവിടെയാണ് അൽഹംദുലില്ലാഹ്, അൽ ഹംദ്, ആ വിശിഷ്ടമായ ഹംദാണത്. അത് അള്ളാഹുവിനോടാണ് ആ ഹംദ്. ആ പ്രണയദൂത് സദാ സജീവമായി, ജീവസുറ്റതായി, അത് നിൻ്റെ ധർമ്മമായി, നിൻ്റെ ശ്വാസനിശ്വാസമായി അത് നിറയുന്നത് അള്ളാഹുവിലേക്കാണ്. ഏത് അള്ളാഹുവാണ്? ആ അള്ളാഹു എന്ന ആ പരമപ്രണയഭാജനത്തെയാണ് റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത്. പ്രപഞ്ചങ്ങളുടെ നാഥനാണ്. ഈ സ്ഥൂല പ്രപഞ്ചത്തിൻ്റെയും നീയാകുന്ന സൂക്ഷ്മ പ്രപഞ്ചത്തിൻ്റെയും പരമമായ ആത്മനാഥൻ നിൻ്റെ ആത്മനാഥനാണ്. ഈ പ്രപഞ്ചനാഥനാണ്, നിൻ്റെ പ്രണയഭാജനമാണ്. ആ പ്രണയഭാജനത്തോടുള്ള പ്രണയദൂത് നിന്നിൽ ആദ്യമേ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രണയദൂതൻ ഉണർന്ന് നിന്നിലെ ആ അനുരാഗി സദാ നിൻ്റെ ഓരോ അടക്കത്തിലും അനക്കത്തിലും ശ്വാസനിശ്വാസങ്ങളിലും ധർമ്മമായി, കർമ്മമായി, ജീവനായി, നിൻ്റെ ഓരോ മെഴി അനക്കമായി നിന്നിൽ ജീവസുറ്റതാകുന്നതാണ് ഹംദ് എന്ന് പറയുന്നത്. ആ ഹംദ് എന്തിലേക്കാണ്? ആ ദിവ്യമായ പരമാർത്ഥ പ്രകാശത്തോടാണ്. ആ പരമാർത്ഥ പ്രകാശത്തോടാണ് നിന്നിലെ ഹംദ് സദാ നിറയുന്നത്. നിൻ്റെ സ്തുതി അത്രയും, നിൻ്റെ ഹൃദയ നിറവത്രയും, നിൻ്റെ ഹൃദയത്തിലെ കൃതജ്ഞതകളത്രയും നിറഞ്ഞിരിക്കുന്ന ആ വിരിഞ്ഞ നിറവിൻ്റെ പൂക്കളത്രയും അവനിലേക്കാണ്. ആ പരമാർത്ഥ പ്രകാശത്തോടാണ്, ആ പരമപ്രണയഭാജനത്തോടാണ്. അതിനായി ഓരോ നിമിഷവും തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ ഓരോ സ്പന്ദനവും അതിലേക്കാണ്. അതാണ് ഹംദ്. ആ ഹംദ് ആ അനശ്വരനായ നിൻ്റെ സൂക്ഷ്മ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, നിൻ്റെ ആത്മനാഥനോട്, മൈക്രോകോസം എന്ന് പറയും. ഈ സ്ഥൂല പ്രപഞ്ചത്തിൻ്റെ നാഥൻ മാക്രോകോസം എന്ന് പറയുന്ന ഇതിൻ്റെ എല്ലാം നാഥനായ ആ നാഥനിലേക്കാണ്. അവിടെയാണ് ഹംദ്. സ്തുതി എന്നത് ആയിത്തീരേണ്ട അവസ്ഥയാണ്. നിൻ്റെ ഓരോ ജീവശ്വാസത്തിലും നിറവായി നിറയേണ്ടതാണ് സ്തുതി. അത് ആ പരമപ്രണയത്തോടുള്ള, പരമപ്രണയഭാജനത്തോടുള്ള നിൻ്റെ ഹൃദയ നിറവിൻ്റെ, നിൻ്റെ പ്രാണപ്രണയത്തിൻ്റെ ആത്മസ്പന്ദനങ്ങളാണ് സ്തുതി എന്നത്, ഹംദ്. ആ സ്തുതി ഒരു മഹാപ്രവാഹമാണ്. ആ പ്രവാഹം അതിൻ്റെ ഉറവയിൽ നിന്ന് തുടങ്ങി ആ സാഗരത്തിൽ എത്തിച്ചേരുമ്പോൾ സ്തുതിക്കുന്നവനും സ്തുതിയും സ്തുതിക്കപ്പെടുന്നതും ഒന്നായിത്തീരുന്ന ആ അനർഘ നിമിഷത്തിൻ്റെ, ആ മഹാപ്രയാണത്തിൻ്റെ, ആ മഹാപ്രവാഹത്തിൻ്റെ, ആ ആത്മസങ്കീർത്തനങ്ങളുടെ സമ്പൂർണത വിലയിതമാകുന്ന നിമിഷങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ പ്രാണസ്പന്ദനവുമാണ് സ്തുതി എന്ന് പറയുന്നത്. ഇതാണ് ഹംദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും സ്നേഹം.